ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രീറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നോക്കി. ഒരാൾ ആദ്യമായിട്ട് കാണുമ്പം എങ്ങനെ ഗ്രീറ്റ് ചെയ്യും ടു മേക്ക് ദ പെർഫെക്റ്റ് ഇംപ്രഷൻ. ബട്ട് ഗ്രീറ്റിങ്ങിന് ശേഷം നമ്മൾ ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് പോവുകയാണോ ചെയ്യാറ്? അല്ല. ദർ ഇസ് ദിസ് ടൈം ഇൻ ബിറ്റ്വീൻ വെയർ നമ്മൾ ഗ്രീറ്റ് ചെയ്തതും ആ ഒരു ടോപ്പിക് പറയുന്നതിന് നടുക്കൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഇപ്പോൾ ഈ ഒരു കോമിക് സ്ട്രിപ്പിൽ നോക്കൂ. ഹായ് ഏൾ, ഹൗ ആർ യു? I'm good. Good? You? I'm good too. And then there is this comic piece. Actually, I lied. I feel kind of lousy. Yeah, me too. എന്ന് പറയുന്നുണ്ട്. ബട്ട് ആ ആദ്യത്തെ 3 സെക്ഷനും ഗ്രീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ആ 4ാമത്തെ ബോക്സിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കോൺവെർസേഷനെ നമ്മൾ എന്താണ് വിളിക്കുക? ദാറ്റ് കോൺവെർസേഷൻ ഇസ് സംതിങ് ദാറ്റ് വി ഡു യൂഷ്വലി ആഫ്റ്റർ ഗ്രീറ്റിംഗ്സ്. ആ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ദിസ് ഇസ് കോൾഡ് സ്മോൾ ടോക്ക്. ആൻഡ് യൂണിറ്റ് 2-ൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ടോക്ക് ഇൻ ബിസിനസ് ആണ് നോക്കാൻ പോകുന്നത്. സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് ഇസ് എ കോൺവെർസേഷൻ അബൌട്ട് തിങ്സ് ദാറ്റ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഓഫൺ ബിറ്റ്വീൻ പീപ്പിൾ ഹു ഡു നോട്ട് നോ ഈച്ച് അതർ വെൽ. അപ്പോൾ ഡയറക്റ്റ് ടോപ്പിക്ക് പോകുന്നതിന് മുന്നേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് പോകുന്നതിന് മുന്നേ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എന്തിനാണത്? നമ്മൾ കുറച്ചൊരു പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന കോൺവെർസേഷൻസിനെയാണ് സ്മോൾ ടോക്ക് എന്ന് പറയുന്നത്. നൗ വൈ ഇസ് സ്മോൾ ടോക്ക് റിക്വയർഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇപ്പോൾ ഡയറക്റ്റ്ലി കാര്യം പറഞ്ഞാൽ അതിന് എന്തിനാണ് സ്മോൾ ടോക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ടു ആൻസർ ദാറ്റ്, ദ ഫസ്റ്റ് തിങ് ഇസ് ഇറ്റ് ക്രിയേറ്റ്സ് എ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. കാര്യം പറഞ്ഞു പോകുന്നതിനെക്കാട്ടും കൂടുതൽ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ഈവൻ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അടുത്താണെങ്കിലും ഹൗ ആർ യു സർ, ഡിഡ് യു ഹാവ് എ സേഫ് ഫ്ലൈറ്റ് എന്നൊക്കെ ചോദിക്കുന്നത് സ്മോൾ ടോക്കിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സ്മോൾ ടോക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സംടൈംസ് നിങ്ങൾക്ക് ഒന്നും പറയാതിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അതായത് പറയാനൊന്നുമില്ല, നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ബ്ലാങ്ക് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സൈലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്മോൾ ടോക്ക് നടത്താൻ പറ്റും. അതായത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വെതർ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ടോപ്പിക്സിനെ പറ്റിയൊക്കെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് അല്ലാത്ത ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ട് ആ ഒരു സൈലൻസ് ഫില്ല് ചെയ്താൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ദെൻ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് പൊലൈറ്റ്നെസ്. അതായത് നിങ്ങളിപ്പോൾ ഒരാളടുത്ത് ഇരിക്കുകയാണ്, അപ്പോൾ അയാളടുത്ത് ഒന്നും മിണ്ടാണ്ടെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഇറ്റ് മൈറ്റ് ഫീൽ റൂഡ്. അങ്ങനെ റൂഡ് അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് പൊലൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്മോൾ ടോക്ക് നടത്താം. ഇനി ഞാൻ നിങ്ങൾക്ക് സ്മോൾ ടോക്കിനെ പറ്റി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ സ്മോൾ ടോക്ക് എങ്ങനെ നടത്താം 3 സ്ലൈഡ്സ് കാണിച്ചു തരും. ഐ വോണ്ട് യു ടു പോസ് ദെയർ ആൻഡ് റീഡ് ത്രൂ ഓൾ ദോസ് സ്ലൈഡ്സ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കാം, അല്ലെങ്കിൽ ഡിക്ഷണറി ഉപയോഗിക്കാം. റാദർ ദാൻ മീ ടെല്ലിങ് യു എവറിത്തിങ്, ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. Once you have finished reading it, come back and we'll do a small test. ഇപ്പോൾ ഏകദേശം സ്മോൾ ടോക്ക് എന്താണെന്നുള്ളതും എങ്ങനെയാണ് നടത്തുക എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബട്ട് സ്മോൾ ടോപ്പിക്സിന് സേഫ് ആയിട്ടുള്ളതും അൺസേഫ് ആയിട്ടുള്ള ടോപ്പിക്സും ഏതാണെന്നാണ് ആ പാസേജിൽ പറയുന്നത്. ഡു യു ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്? ട്രൈ റൈറ്റിംഗ് ദി ആൻസർ ഇൻ എ പേപ്പർ. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ആ സ്ലൈഡിലേക്ക് പോകാം. ആൻഡ് ദെൻ കം ബാക്ക് ഫോർ ദി ആൻസർ. സോ ആ പാസേജ് അനുസരിച്ച് സേഫ് ടോപ്പിക്സിൻ്റെ അണ്ടറിൽ വരുന്നത് സ്പോർട്സ്, എനി മേജർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഗോയിങ് ഓൺ അറ്റ് ദ മൂമെൻറ്റ്, വെദർ, ഹോബീസ്, ഫുഡ്, എൻ്റർടൈൻമെൻറ്റ്, ഹോളിഡേയ്സ്, ഫാഷൻ, സെലിബ്രിറ്റീസ്, ഈ കാര്യങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വാട്ട് അബൌട്ട് അൺസേഫ് ടോപ്പിക്? ഈ അൺസേഫ് ടോപ്പിക് എന്തൊക്കെയാണ്? മാരിറ്റൽ സ്റ്റേറ്റസ്, ഏജ്, സാലറി, പൊളിറ്റിക്കൽ വ്യൂസ്, ഡെത്ത്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ജെൻഡർ, റിലീജിയൻ, ഇതൊക്കെ ചില സമയത്ത് ഇത് അൺസേഫ് ആണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജെൻഡറിലുള്ള അല്ലെങ്കിൽ റിലീജിയനിലുള്ള നമ്മളുടെ ഒപ്പീനിയൻ ആയിരിക്കില്ല മുന്നിലിരിക്കുന്ന ആളോട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവർ വിശ്വസിക്കാത്ത എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം വിശ്വസിക്കുന്ന കാര്യത്തിന് അവർ കളിയാക്കൊക്കെ ചെയ്താൽ വളരെ ഒഫെൻസീവായിട്ടൊരു കോൺവെർസേഷൻ ആവും അതല്ലേ. പിന്നെ അത് അടിയിലേക്ക് ചിലപ്പോൾ മുന്നോട്ട് പോയി എന്ന് വരും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ ഒരു ടോപ്പിക്കൊക്കെ സ്മോൾ ടോക്കിൽ പറയാത്തതാണ് നല്ലത്. ഇത് നമ്മൾ നോർമൽ ലൈഫത്തെ കാര്യം പറഞ്ഞു. ബിസിനസ്സിൽ എവിടെയാണ് നമ്മൾ സ്മോൾ ടോക്സ് ഉപയോഗിക്കുന്നത്? നമ്മൾ ബിസിനസ്സിൽ സ്മോൾ ടോക്ക് ടെലിഫോണിങ്ങിൽ ഉപയോഗിക്കും,
കോൺഫറൻസസിൽ ഉപയോഗിക്കും. കോൺഫറൻസിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യണം, അപ്പോൾ ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യല ചെയ്യുക. അവിടെ ചെറിയ സ്മോൾ ടോക്ക് ഒക്കെ ഉണ്ടാവും അല്ലേ. നമുക്ക് കസ്റ്റമറിനെ വിസിറ്റ് ചെയ്യുമ്പം, ഇമെയിൽ ചെയ്യുന്ന സമയത്ത്, സ്റ്റാഫ് അപ്രൈസൽസിന്റെ, മീറ്റിംഗ്സിന്റെ, സെയിൽസിന്റെ സമയത്ത്, അങ്ങനെ പല സ്ഥലത്തും നമുക്ക് സ്മോൾ ടോക്ക് ആവശ്യമുള്ളതായിട്ട് വരും. ഇങ്ങനെ ഇത്രയും സിറ്റുവേഷനിൽ സ്മോൾ ടോക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അതായത് നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ആർട്ട് നമ്മളുടെ യൂഷ്വൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ക്വാളിറ്റീസിനെ പോലെ തന്നെ പ്രാക്ടീസിലൂടെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ സ്മോൾ ടോക്ക് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി ബി ഷുവർ ഓഫ് യുവർ സ്മോൾ ടോക്ക് എബിലിറ്റീസ് അറ്റ് വർക്ക് എന്നുള്ളതിനെ പറ്റി ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് try writing down the tips they are talking about, and then we'll discuss it. So let's hear the audio. Small talk with colleagues is essential in earning trust at the workplace. Once trust and rapport are established among co-workers, you will be looked upon highly. It's easier to extend a deadline, and you can even secure a promotion or be chosen to lead a project. Now, let us learn how to master the art of small talk. Point 1. Observe first. It's wise to observe your colleagues before heading up to them and talk about something they won't minutely be interested in. Observe them. See how they begin their day when they come to work. Do they drink tea or coffee? Because beverage choices are a great conversation starter, and what they talk to people about. Point number 2. Plan a little. Now that you have some idea about what your colleagues like and how they are, it makes sense to plan a little before walking up to them to hold a conversation. It's important to plan in your head how much you are willing to share. Oversharing can make you appear creepy, and that's the last thing you want to do. Point number 3. Avoid the how are you. The boring how are you, good how are you needs to end. Ideally, if you don't take any of the advice given till now and choose to ask someone how they are, continue the conversation by asking what is it that makes them feel good and take it forward from there. Point number 4. Let your curiosity drive you. Ask questions in order to make a memorable small talk. Asking questions is the easiest way for the conversation to flow. So ask away. And you never know, you might learn something new. Point number 5. Deepen the conversation. Simple questions elicit one-word responses. That's why you need a mix of open-ended and one-word answer questions. For instance, a simple question like, "Where are you from?" can be followed by, "What is your hometown like? How is it different from here?" Point number 6. You have the right to remain silent when you have a bad day. If you are having a bad day and don't want to talk, do yourself a favor by putting on a headphone. Everyone is aware of the new avoidance etiquette at work. Putting on a headphone. Always being available for a chat can make you look too available, and some people might even think of you as a people pleaser if you go around making small talk with anyone and everyone. So go silent some days and add an aura of mystery around you. Point number 7. Be kind to yourself. A study published in Psychology Today concluded how people seriously underestimated how much other people enjoyed their company. By making small talk with colleagues, you are putting yourself out there as someone who cares. Small talk with colleagues is a great way to earn trust, which will enable you to earn success at workplace. Now, what are the main points that you have got? അവർ പറഞ്ഞ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ഒബ്സർവ്. ഒബ്സർവ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ്, റാദർ ദാൻ അവരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ അവരുടെ അടുത്ത് അവരെന്തൊക്കെയാണ് ഇഷ്ടം, അവരുടെ അനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാൻ, ചെറിയൊരു പ്ലാൻ മനസ്സിലുണ്ടാക്കാം. ഏതൊക്കെ കാര്യങ്ങൾ അവരോട് സംസാരിക്കാം, ഒരു ടോപ്പിക് പറഞ്ഞാൽ വേറെ ഏത് ടോപ്പിക് എടുത്തിടാം എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞ് നോർമലായിട്ട് പറയുന്ന ഹൗ ആർ യു, ഹെലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ലെറ്റ് യുവർ ക്യൂരിയോസിറ്റി ഡ്രൈവ് യു. അതായത് അവർ പറയുന്ന ആൻസറിനനുസരിച്ച് നമുക്ക് ഈ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ദെൻ ദർ ഇസ് ദിസ് ഡീപ്പനിങ് ഓഫ് കോൺവെർസേഷൻസ്. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ, ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചാൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്.
So then there you can have a great relationship. At the end, you have to understand that you have the right to keep silence sometimes. എല്ലാം ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ചില സമയത്ത് സൈലൻറ്റ് ആയിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് അറ്റ് ദി എൻഡ് ബി കൈൻഡ്. അതായത് നമ്മൾ ഇപ്പോൾ വളരെയധികം റൂഡായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയാം. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്സും ഇല്ലാണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളിപ്പോൾ ഓൺലൈൻ ബുള്ളിങ് ഒക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ. ആൾക്കാർക്ക് ആരുടെ കാര്യത്തിലും എന്തഭിപ്രായവും പറയാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ടോക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകരുത്. യു ഷുഡ് ഓൾവേസ് ബി കൈൻഡ് വെൻ യു കൺസിഡർ സ്മോൾ ടോക്ക് ആസ് എ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. നൗ ദാറ്റ് ഇസ് ക്ലിയർ, നമുക്ക് നിങ്ങളുടെ ഒരു ബ്രെയിൻ ടെസ്റ്റ് നടത്താം. റാദർ ദാൻ മീ ടെല്ലിങ് യു സ്മോൾ ടോക്ക് എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത്, നമുക്കതൊരു ആക്ടിവിറ്റിയിലൂടെ കണ്ടുപിടിച്ചാലോ. These are some words that I am going to give to you. Develop, crucial, discovered, professional, recognize, conversation, break, impact, difficult and successful. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഇനി അറിയില്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് റെഫർ ടു ഡിക്ഷണറി. Now try to fill the blanks in these passages. You can pause the video here, try to fill the blanks and then come back. ഇപ്പം ആ ഒരു fill in the blanks കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണോ പാസേജ് കിട്ടിയത് എന്നൊന്ന് ചെക്ക് ചെയ്യാം. Small talk is crucial in any relationship. Everyday conversation can make or break relationships in our personal and professional lives. Unfortunately, most people don't realize how important small talk is and hence do not do anything to develop or improve the skill. അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്താണ്? സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളുടെ പ്രൊഫഷണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ആയിക്കോട്ടെ ഏതൊരു റിലേഷൻഷിപ്പിനെയും നന്നാക്കാനും കോളാക്കാനും ഉള്ള ഒരു എബിലിറ്റിയാണ്. അപ്പം അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അധികം ആൾക്കാർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ആ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അവർ ശ്രമിക്കാറില്ല. Now let's continue. Developing the ability to make small talk is not as difficult as many other work-related skills once we recognize its importance and worth. A Stanford University School of Business study showed its impact on business success. It tracked MBAs 10 years after graduation and discovered that grade point averages had no bearing on their success, but conversation did. Most successful were those who could make conversation with anyone, from strangers to secretaries to bosses to customers. So business communication small talk nalla importance നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്കിൽസ് പോലെയല്ല സ്മോൾ ടോക്ക് ഡെവലപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഓഫ് ബിസിനസ് ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ MBA പാസ് ചെയ്ത് 10 വർഷം കഴിഞ്ഞ ആൾക്കാരുടെ സർവേ എടുത്ത് നോക്കിയപ്പം അവർ പാസ് ചെയ്ത സമയത്തുണ്ടായ അവരുടെ മാർക്സും അവരുടെ ഇപ്പോഴത്തെ സക്സസും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ടെങ്കിൽ അത് അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, അത് അവരുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, ക്ലയൻസ് ആയിക്കോട്ടെ, ബോസ് ആയിക്കോട്ടെ, സ്ട്രേഞ്ചേഴ്സ് ആയിക്കോട്ടെ, അവരെങ്ങനെയാണ് കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതനുസരിച്ചാണ് അവരുടെ സക്സസ് ഉള്ളത് എന്നാണ് ആ സർവേയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം നൗ വി ക്യാൻ നോ ദാറ്റ് സ്മോൾ ടോക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ബട്ട് സംടൈംസ് നമ്മളോട് സ്മോൾ ടോക്കിന് ആൾക്കാർ വരുന്ന സമയത്ത് വി ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ചില സമയത്ത് വി ഹാവ് ആ ഓൺ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ ടെൻഷൻസ്. ആ സമയത്ത് വി ഡോണ്ട് ഫീൽ ലൈക്ക് ടോക്കിംഗ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് യു ഷുഡ് ഓൾവേസ് എൻഗേജ് ഇൻ സ്മോൾ ടോക്ക്. നിങ്ങൾക്ക് നോ പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് നോ തന്നെ പറയാം. നോ ഇസ് ഓൾവേസ് കൺസെൻറ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോ തന്നെയാണ്. ബട്ട് അത് എങ്ങനെ പറയും എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ നമ്മൾ നോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. A sentence that tells you something is not so. ഒരു സെൻറ്റൻസ് അങ്ങനെയല്ല അല്ലെങ്കിൽ ഒരു കാര്യം അങ്ങനെയല്ല എന്ന് പറയുന്ന നോട്ട്, നോ അങ്ങനത്തെ വാക്കുകളൊക്കെ വരുന്ന സെൻറ്റൻസിന് നമ്മൾ യൂഷ്വലി നെഗറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. നെഗറ്റീവ് സെൻറ്റൻസസിൽ വി യൂഷ്വലി പുട്ട് നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ എബ്രിവേഷൻ ആയിട്ടുള്ള N' എന്നുള്ള ഓക്സിലറി വേർബാണ്. ഓക്സിലറി വേർബിന് ശേഷം N' എന്നുള്ള എബ്രിവേഷനാണ് കൊടുക്കുക. For example, they are not confident about their language അല്ലെങ്കിൽ they aren't confident about their language എന്നുള്ളതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ they are confident about their language എന്നുള്ളതായി. നോട്ട് എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി. ഇനിയിപ്പോൾ ഒരു ഓക്സിലറി വേർബ് ഇല്ല എന്നുള്ളതാണെങ്കിൽ നമ്മൾ ടെൻസ് അനുസരിച്ച് ഡു, ഡസ്, ഡിഡ് എന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് സെൻറ്റൻസ് they know what to talk about എന്നുള്ളതാണെങ്കിൽ
നെഗറ്റീവ് സെൻറ്റൻസ് ദേ ഡു നോട്ട് നോ വാട്ട് ടു ടോക്ക് അബൌട്ട് എന്നുള്ളതായി. കാരണം ആ പോസിറ്റീവ് സെൻറ്റൻസിൽ ഒരു ഓക്സിലറി വേർബ് ഇല്ല. ഇനിയിപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസിൽ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹി ഡസ് നോട്ട് നോ എന്നുള്ളതായി, അല്ലെങ്കിൽ ഹി ഡസൻ നോ എന്നുള്ളതായി. അത് നമ്മൾ അത് സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ അനുസരിച്ച് മാറ്റണം. അതേപോലെ തന്നെ ഓക്സിലറി വേർബ് ഉണ്ട് ഇല്ല എന്നുള്ളതിൻ്റെ വ്യത്യാസം നമ്മൾ കണ്ടു. ഇതല്ലാതെ എഫിക്സൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു വാക്കിൻ്റെ പ്രിഫിക്സോ എഫിക്സോ കൂട്ടിയിട്ട് ആ വാക്കിനെ നെഗറ്റീവ് ആക്കുക. ഫോർ എക്സാമ്പിൾ ജസ്റ്റിസ്, ഇൻജസ്റ്റിസ്, മീനിങ് മീനിങ്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്പോസിറ്റ് സെൻറ്റൻസസ് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ, ഓപ്പോസിറ്റ് വേർഡ്സ് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് സെൻറ്റൻസിൽ യുവർ കോൺവെർസേഷൻ വിൽ ദെൻ ബി മോർ മീനിങ് ഫുൾ എന്ന് പറയുമ്പം അതിന് നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ആക്കുക? നമ്മൾ ഒരു ഡിഫറെൻറ്റ് സഫിക്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. യുവർ കോൺവെർസേഷൻ വിൽ ബി ദെൻ മീനിങ്ലെസ് എന്നുള്ളത്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത്? വിനയ് ഓപ്പൺഡ് ദ ഡോർ എന്നുള്ളത്. ഇതിൽ എന്തില്ല? ഒരു ഓക്സിലറി വേർബ് ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം? ഓപ്പൺഡ് എന്നുള്ളതിന് ഒരു പ്രിഫിക്സോ സഫിക്സോ ആഡ് ചെയ്തിട്ടൊരു വാക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അതില്ലെങ്കിൽ ദ ഓൺലി തിങ് ലെഫ്റ്റ് ഇസ് ടു പുട്ട് ഡു. അപ്പം നമുക്ക് എന്ത് വന്നു? വിനയ് ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡൻറ്റ് ഓപ്പൺ ദ ഡോർ എന്നുള്ളതായി. വാട്ട് അബൌട്ട് ദിസ് ഇസ് ജസ്റ്റിസ് എന്നുള്ളത്. ജസ്റ്റിസിന് ഏത് രീതിയിലാണ് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറ്റുക? ദർ ഇസ് ദിസ് വേർഡ് വെർ യു ക്യാൻ ആഡ് എ പ്രിഫിക്സ് UN. അപ്പം UN അല്ല, IN. അപ്പോൾ അതെന്തായി? ഇൻജസ്റ്റിസ് എന്നുള്ള എഫിക്സൽ വേർഡായി. അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് എങ്ങനെയാക്കാം? ദിസ് ഇസ് ഇൻജസ്റ്റിസ് എന്നുള്ള നെഗറ്റീവ് സെൻറ്റൻസ് ആയി. വാട്ട് അബൌട്ട് ദിസ് വൺ? സുഭാഷ് ബിക്കെയിം എ ഡെൻറ്റിസ്റ്റ് എന്നുള്ളത്. അവിടെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? സുഭാഷ് ഡിഡ് നോട്ട് ബിക്കം എ ഡെൻറ്റിസ്റ്റ് എന്നുള്ളതായി. അപ്പം ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഡൂവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത്. സോ ഇന്ന് നമ്മൾ സ്മോൾ ടോക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് സ്മോൾ ടോക്കിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഒരു സ്മോൾ ടോക്ക് നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് അറ്റ് ദി എൻഡ് നമ്മൾ നോ പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എന്നുള്ളതും കൂടെ മനസ്സിലാക്കി. So practice as I always say, and with more videos like these, I'll come back the next time. Bye.